وهو الحيي فليس يفضح عبده عند التجاهر منه بالعصيان لكنه يلقي عليه ستره فهو الستير وصاحب الغفران. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്മാഉൽ ഹുസ്നയിലെ ധാരാളം നാമങ്ങൾ ഇതിനകം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ധാരാളം നാമങ്ങളെ സംബന്ധിച്ചാണ് പല സന്ദർഭങ്ങളിലായി വിവരിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒന്ന് രണ്ട് നാമങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യാണ് എന്ന്. അതുപോലെ തന്നെ സിത്തീർ, സത്താർ എന്നല്ല സിത്തീർ എന്ന പ്രയോഗവും നാമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതും നമുക്ക് കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യാണ് എന്നല്ല, ഹയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചു, ജീവിച്ചിരിക്കുന്നവൻ എന്നതാണ് അർത്ഥം. അത് ഹയാത്തിൽ എന്നുള്ളതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യുൻ, ഹാ, അതുപോലെ തന്നെ രണ്ട് യാകളാണ്. ആദ്യത്തെ യാഇന് കസ്റും രണ്ടാമത്തെ യാഇന് ശദ്ദ് നൽകിക്കൊണ്ട് രണ്ട് ലമ്മും. അങ്ങനെ ഹയ്യുൻ, ഇത് അല്ലാഹുവിന്റെ ഒരു നാമമാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ. സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സത്ര എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് ഹദീസിന്റെ ആശയമെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഇങ്ങനെ രണ്ട് നാമങ്ങൾ പ്രത്യേകം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. എന്താണ് ഹയ്യ് എന്ന് പറഞ്ഞാൽ? ധാരാളമായി ഹയാ ഉള്ളവൻ, ദൂ ഹയാഇൻ എന്നാണ് ഹയ്യുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഹയാ ഉള്ളവൻ, എന്താണ് ഹയാ എന്ന് പറഞ്ഞാൽ? ലജ്ജ എന്നാണ് അതിന്റെ അർത്ഥവും അതിന്റെ ഉദ്ദേശവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ ഈ പ്രയോഗം വന്നത് ഒന്നാമതായി അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു. അയാള് യഗ്തസിലു ബിൽ ബറാസ ബിലാ ഇസാരിൻ, പരിപൂർണ നഗ്നനായി ഒരാൾ കുളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച്, അങ്ങനെ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പ്രസംഗിക്കുകയാണ്. ഹംദും സ്വലാത്തും അല്ലാഹുവിനെ പുകഴ്ത്തലും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ് ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിച്ചത്. ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സത്ര ഫഇദാ ഇഗ്തസല അഹദുകും ഫൽയസ്തതിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യുൻ, അവൻ ലജ്ജയുള്ളവനാണ്. സത്തീറുൻ, അവൻ മറച്ചു വെക്കുന്നവനാണ്. യുഹിബ്ബുൽ ഹയാഅ വസ്സത്ര, ലജ്ജയെ അവൻ ഇഷ്ടപ്പെടുന്നു, കാര്യങ്ങളെ മറച്ചു വെക്കലും അവൻ ഇഷ്ടപ്പെടുന്നു. ഫഇദാ ഇഗ്തസല, അതിനാൽ നിങ്ങളിൽ ഒരാൾ കുളിക്കുന്നതായാൽ ഫഇദാ ഇഗ്തസല അഹദുകും ഫൽയസ്തതിർ, ഫൽയസ്തതിർ, അവനൊരു മറയിൽ നിന്നുകൊണ്ട് കുളിക്കട്ടെ. അങ്ങനെ പരസ്യമായി ഇങ്ങനെ ഈ കുളി ഇല്ലാതെ അവൻ ഒരു മറയിലായിക്കൊണ്ട് മറഞ്ഞു നിന്നുകൊള്ളട്ടെ, മറക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇതാണ് ഈ നാമം വന്ന ഒരു സന്ദർഭം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഹദീസിൽ കാണാം, സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ
യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന റബ്ബക്കും, നിങ്ങളുടെ റബ്ബ് തബാറക വ തആല ഹയ്യുൻ കരീമുൻ, അവൻ ഉദാരനാണ്, മാന്യനാണ്, അവൻ ഹയാ ഉള്ളവനാണ്, ലജ്ജയുള്ളവനാണ്. യസ്തഹീ മിൻ അബ്ദിഹി, അവന്റെ അടിമയുടെ കാര്യത്തിൽ അവൻ ലജ്ജിക്കുന്നു. ഇദാ റഫഅ യദൈഹി ഇലൈഹി, അവങ്കലേക്ക് അടിമ തന്റെ ഇരു കരങ്ങളും ഉയർത്തിയാൽ അൻ യറുദ്ദഹുമാ സിഫ്റാ, ഉത്തരം കൊടുക്കാതെ അവനെ കാലിയാക്കിക്കൊണ്ട് ആ രണ്ട് കൈകളെയും മടക്കുന്നത് അല്ലാഹു ലജ്ജിക്കുന്നു. പടച്ചവനിലേക്ക് ഉയർത്തിയ കരങ്ങളെ ഉത്തരം കൊടുക്കാതെ തട്ടിക്കളയുന്നത് അല്ലാഹു ലജ്ജിക്കുന്നു എന്നാണ് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അല്ലാഹു ലജ്ജിക്കുന്നവനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാം ശുദ്ധ ഖുർആനിൽ. അത് എവിടെയാണ് സന്ദർഭം? സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അല്ലാഹു ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി, അതായത് മുശ്രിക്കുകൾ പറഞ്ഞു, എന്താ ഈ ഖുർആനിൽ ഈ കൊതുവിന്റെ വർത്താനം പറയുന്നത്, അല്ലെങ്കിൽ മറ്റു ചെറിയ ഈച്ചട കാര്യമൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ പടച്ചതമ്പുരാൻ പറയണം, അല്ലാഹു ലജ്ജിക്കുന്നതല്ല. ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഏത് കാര്യത്തെയും, ഒരു കൊതുകിനെയോ അല്ലെങ്കിൽ അതിലപ്പുറമുള്ളതോ ഉദാഹരിക്കുന്നതിൽ അല്ലാഹു തആലാക്ക് ലജ്ജയില്ല. അവിടെയും ആ ലജ്ജ എന്ന് പറയുന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഹദീസിൽ തന്നെയും വേറെ കാണാം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ദീൻ പഠിപ്പിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുന്നു. അതായത് അഖ്ബല സലാസത്തു നഫരിൻ, മൂന്നാള് കയറി വരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിലേക്ക്. ഫഅഖ്ബല ഇസ്നാനി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഹബ വാഹിദുൻ. ഈ കയറി വന്ന മൂന്നാളുകളിൽ രണ്ടാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ആ മജ്ലിസിൽ അങ്ങിയിരുന്നു. വദഹബ വാഹിദുൻ, ഒരാൾ സദസ്സിൽ പങ്കെടുക്കാതെ പിരിഞ്ഞുപോയി. ഒരാൾ നബിന്റെ അടുത്തേക്ക് വന്നു, ഒരാൾ കുറച്ച് അപ്പുറത്തിരുന്നു, ഒരാൾ ഇതിലൊന്നും പങ്കെടുക്കാതെ അങ്ങ് പിരിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇവർ രണ്ടാളുടെയും കാര്യത്തെ സംബന്ധിച്ച് ഫവഖഫ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فأما أحدهما فرأى فرجة في الحلقة فجلس فيها وأما الآخر فجلس خلفهم وأما الثالث فأدبر ذاهبا. ഈ മൂന്നാളെയും കുറിച്ച് പറയുകയാണ്. ഈ രണ്ടാൾ നബിയിലേക്ക് വന്നു എന്ന് പറയുന്ന രണ്ടാൾ എന്താ ചെയ്തത്? ഇതിൽ ഒരാള് സദസ്സിൽ സ്ഥലമുണ്ടോ, സൗകര്യമുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നബിയോട് അടുത്തുള്ള മജ്ലിസിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ അതിനു വേണ്ട ശ്രമം അദ്ദേഹം നടത്തി. അങ്ങനെ ഒരല്പം ഒരു സ്ഥലം കിട്ടിയപ്പോ അദ്ദേഹം മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചു. മറ്റേ വ്യക്തി ഇത്തിരി ലജ്ജ കാരണത്താൽ അങ്ങനെ മുമ്പിലിരിക്കാൻ ഭയപ്പെടാതെ നേരെ പിന്നിപ്പോയിരുന്നു. മൂന്നാമത്തെ വ്യക്തി ഇയാൾ ഇതിനൊന്നും നിൽക്കാതെ പിരിഞ്ഞുപോയി. മജ്ലിസ് പിരിയാൻ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ് ഈ വന്ന മൂന്നാളുകളെ പറ്റി. അലാ ഉഖ്ബിറുകും അനിൻ നഫരി സലാസ, ഒരു മൂന്നാൾ ഇവിടെ കയറി വന്നില്ലേ ഇടക്ക്, ഇവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അമ്മാ അഹദുഹും ഫആവാ ഇലല്ലാഹി ഫആവാഹു അല്ലാഹു, അതിൽ ഒരാള് അല്ലാഹുവിലേക്ക് അദ്ദേഹം അഭയം പ്രാപിച്ചു, അല്ലാഹു അദ്ദേഹത്തിനും അഭയം കൊടുത്തു. ഒരു മജ്ലിസിന്റെ രൂപമാണ് പറയുന്നത്. ഏറ്റവും മുന്നിലുള്ള ഇരിപ്പിടത്തിനാണ് സദസ്സിൽ പ്രത്യേകതയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വചനത്തിൽ എന്നത് മനസ്സിലാക്കാം. പലപ്പോഴും നമ്മൾ മടി കാണിച്ചുകൊണ്ട് പിന്നിലേക്കല്ലേ മാറാറുള്ളത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും തൊട്ടടുത്തുള്ള അവസ്ഥയിലേക്ക് വന്നിരുന്ന മനുഷ്യനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹു അദ്ദേഹത്തിനും അഭയം കൊടുത്തു കഴിഞ്ഞു. എന്നാൽ പിന്നിപ്പോയിരുന്ന വ്യക്തി അദ്ദേഹം തിരുനാണം കാണിച്ചതാണ്, തിരുലജ്ജ കാണിച്ചതാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ കാര്യത്തിലും ലജ്ജ കാണിച്ചിരിക്കുന്നു. അതാണ് ആ വന്ന പ്രയോഗം. അതോടൊപ്പം വിഷയവും നമ്മൾ പഠിക്കുക. എന്നാൽ മറ്റേ വ്യക്തിയില്ലേ, തിരിഞ്ഞുപോയ വ്യക്തി,
അയാൾ ഇതൊക്കെ അവഗണിച്ച് തിരിഞ്ഞുപോയി. അയാളെ തൊട്ട് അള്ളയും അവഗണിച്ചിരിക്കുന്നു, അയാളുടെ കാര്യം അള്ളയും പരിഗണിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പൊ ഈ ഹദീസിലും ഇവിടെ ലജ്ജിക്കുന്നു എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് അതാ ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്വഹാബ വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നുകൊണ്ട് നേരിട്ടൊരു മസ്അല ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. അവരൊരാമുഖം പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. നബിയോട് ചോദ്യം ചോദിക്കുന്നതിന്റെ മുമ്പ് ഒരാമുഖമായിട്ട് മഹദി പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്. ഒരു നേരായ കാര്യം പഠിക്കാൻ ചോദിക്കുന്നതിലും അതേപോലെ തന്നെ ഒരു നേരായ കാര്യം പറയുന്നതിലും അല്ലാഹു ലജ്ജിക്കുന്നവനല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ചോദിക്കാവല്ലോ എന്ന് ആമുഖം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഒരു പെണ്ണിന് സ്ഖലനമുണ്ടായി കഴിഞ്ഞാൽ, ഒരു പെണ്ണിന് സ്വപ്നസ്ഖലനമുണ്ടായി കഴിഞ്ഞാൽ അവൾ കുളിക്കേണ്ടതുണ്ടോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നു, നഅം ഇദാ റഅത്തിൽ മാ. അതേ, പുരുഷനെ പോലെ തന്നെ അവളും ആ നിനക്കുള്ള ജലമനും നനവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവളും കുളിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു. ഇത് മുസ്ലിം അവിടുത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഇതും ഒരു ലജ്ജ, ഒരു നല്ല കാര്യം മനസ്സിലാക്കുന്ന വിഷയത്തിൽ ലജ്ജിക്കേണ്ടതില്ലല്ലോ, അല്ലാഹു ഹഖ് പറയുന്നതിൽ ലജ്ജയുള്ളവനല്ലല്ലോ എന്ന ആ മുഖം സൂചിപ്പിച്ചുകൊണ്ടാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നത്. അപ്പൊ പടച്ച തമ്പുരാന് ഉള്ള ഒരു നാമമായിട്ട് തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഹദീസുകളിൽ നിന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഹയാ എന്ന് പറഞ്ഞാൽ, ലജ്ജ എന്ന് പറഞ്ഞാൽ, അതിന്റെ പണ്ഡിതന്മാര് നൽകിയിട്ടുള്ള നിർവചനം, അത് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ലജ്ജിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റായ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ. ഹയാഇന്റെ ഡെഫിനിഷൻ പറഞ്ഞെടുത്ത്, ഹയാഇന്റെ തഅരീഫ് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാർ പറയുന്നു, അന്നഹു ഖുലുഖുൻ യബ്അസു അലാ ഇജ്തിനാബിൽ ഖബീഹി വയംനഉ മിന അത്തഖ്സീരി ഫീ ഹഖ്ഖി ദിൽ ഹഖ്ഖി. ഖുലുഖൻ അതൊരു സ്വഭാവമാണ്. ലജ്ജ എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. യബ്അസു, അത് മനുഷ്യനെ പ്രേരിപ്പിക്കണം, അത് പ്രേരിപ്പിക്കുന്നു. അലാ ഇജ്തിനാബിൽ ഖബീഹി, മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ, മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ട ഒരു വികാരമാണ് ലജ്ജ. ആ ഒരു സ്വഭാവമാണത്. വയംനഉ, അത് മനുഷ്യനെ തടയുന്നു. മിനത്ത് തഖ്സീരി ഫീ ഹഖ്ഖി ദിൽ ഹഖ്ഖി, ഒരു അവകാശിയുടെയും അവകാശത്തിൽ കുറവ് വരുത്തുന്നതിൽ നിന്ന്. തനിക്ക് കടമകൾ ഉള്ളവരോട്, തനിക്ക് അവകാശമുള്ളവരോട് ആ അവകാശത്തിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ട വികാരമാണ്. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിൽ കുറവ് വരുത്താതിരിക്കാനും ചീത്തയായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടുന്ന ഒരു സ്വഭാവമാകുന്നു, ഒരു വികാരമാകുന്നു ലജ്ജ എന്ന് പറയുന്നത്. ഇത് സൃഷ്ടികളെ സംബന്ധിച്ചാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹ ഹയ്യുൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സൃഷ്ടികളെ പോലെ ഒരിക്കലും അള്ളാഹുവിന്റെ ഒന്നും മനസ്സിലാക്കപ്പെടാവതല്ല. നമ്മൾ എപ്പോഴും ഈ ക്ലാസ്സിൽ തന്നെ ഒട്ടേറെ സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എന്ത് പറയുമ്പോഴും അള്ളാഹു അലീമാണ് എന്ന് പറയുമ്പോ, അള്ളാഹു സമീഅാണ് എന്ന് പറയുമ്പോ, അള്ളാഹു ബസീറാണ് എന്ന് പറയുമ്പോ, അള്ളാഹു ഖദീറാണ് എന്ന് പറയുമ്പോ, അള്ളാഹു കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു, അതുപോലെ തന്നെ പടച്ചവൻ കഴിവുറ്റവനാണ് എന്നൊക്കെ പറയുമ്പോ അതൊന്നും സൃഷ്ടികളെ പോലെ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പടച്ചതമ്പുരാന്റെ അള്ളാഹുവിന്റെ കേൾവി അത് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ പോലെ എന്ന് പറയാനോ ഒരു നിലക്കും താരതമ്യപ്പെടുത്താനോ കഴിയില്ല. അതേപോലെ അള്ളാഹുവിന്റെ കാഴ്ച, അതേപോലെ അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അതേപോലെ അള്ളാഹുവിന്റെ ഉദ്ദേശം. അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് ഖുർആനിൽ കാണാം. യുരീദുല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന്. പടച്ചവന്റെ ഇറാദത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ പറ്റി അള്ളാഹു ഒരു കാര്യത്തെ ഉദ്ദേശിക്കുന്നു എന്ന് ഖുർആനിൽ കാണാം. എന്നാൽ അത് സൃഷ്ടികളെ പോലെയാണെന്ന് നമ്മൾ ആരും വിചാരിക്കാറില്ലല്ലോ. സൃഷ്ടികളായി നമ്മളും ഒരു കാര്യം ഉദ്ദേശിക്കാറില്ലേ? യുരീദുൽ ഇൻസാനു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
യുരീദുല്ലാഹു എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യുരീദുല്ലാഹു എന്ന് പറഞ്ഞ അതേ ഖുർആൻ തന്നെ യുരീദുൽ ഇൻസാനു എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടും രണ്ടാണ്. ഒരു പദപരമായിട്ടുള്ള ബന്ധമല്ലാതെ, പദത്തിലുള്ള സാമ്യതയല്ലാതെ ആശയത്തിൽ ഒരു നിലക്കും ബന്ധമില്ല. അള്ളാഹുവിന്റെ ഇറാദത്ത്, അള്ളാഹു ഉദ്ദേശിച്ച ഉദ്ദേശത്തിൽ ഒരു നിലക്കും പോരായ്മ വരില്ല. അവൻ ഉദ്ദേശിച്ച ഒരു കാര്യം നടപ്പിലാകാതിരിക്കില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. നിശ്ചയമായും അല്ലാഹുവിന്റെ കാര്യം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ, അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ പിന്നെ അതങ്ങ് ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടൂ. അപ്പോഴേക്കത് ഉണ്ടായിത്തീരുന്നു. മനുഷ്യന്റെ ഉദ്ദേശം അങ്ങനെയാണോ? നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചാൽ തന്നെ ഉദ്ദേശിച്ചത് എത്ര നടക്കുന്നു, എത്ര നടക്കാതെ പോകുന്നു, അത് തന്നെ നമ്മൾ വിചാരിച്ച രൂപത്തിൽ നടക്കുന്നുണ്ടോ? മനുഷ്യന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതീവ ദുർബലമാണെങ്കിൽ അള്ളാഹുവിൻ്റെ എല്ലാം തികഞ്ഞതാണ്. ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ ഖുദറത്ത്, അള്ളാഹുവിന്റെ അറിവ്, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനുഷ്യരായ നമ്മിലുള്ള അറിവാണെന്ന് വിചാരിക്കാറില്ല. നമ്മെപ്പോലെയുള്ള കേൾവിയാണെന്ന് വിചാരിക്കാറില്ല. നമ്മെപ്പോലെയുള്ള കാഴ്ച എന്ന് വിലയിരുത്താറില്ല. അങ്ങനെ വിലയിരുത്താനും പാടില്ലല്ലോ. കാരണം ലൈസ കമിസ്ലിഹി ശൈഅ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതൊക്കെ രണ്ട് സ്ഥലത്തായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ യാതൊന്നും തന്നെയില്ല. പിന്നെ എങ്ങനെയാ ഉദാഹരിക്കുക? വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് സൂറത്തുൽ ഇഖ്ലാസിന്റെ അവസാനത്തിലും റബ്ബ് പറയുന്നു. അവനോട് തുല്യമായി കൊണ്ട്, അവനോട് കുഫു വെക്കുന്ന ഒന്നും തന്നെയില്ല. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനാണ് അവൻ. അതേ അളവ് കോല് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു ഹയ്യാണെന്ന് പറയുമ്പോ, അല്ലാഹു ലജ്ജയുള്ളവനാണ് എന്ന് പറയുമ്പോ, മനുഷ്യര് ലജ്ജിക്കുമ്പോ അവന്റെ മുഖത്തത് പ്രകടമാകും. അവന്റെ ശരീരത്തിൽ ആ ലജ്ജയുടെ ഭാവമാറ്റങ്ങൾ വരും. ഇങ്ങനെ തന്നെ അള്ളാഹ്ക്കും എന്ന് വിചാരിച്ചു പോകരുത്. അതല്ലെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള ലജ്ജ എന്ന്, തെറ്റ് ചെയ്യുന്നതില്ലെന്ന് മനുഷ്യനെ തടയുന്ന ഗുണമെന്നാണല്ലോ ലജ്ജക്ക് നിർവചനം പറഞ്ഞത്. അത് ഖുലുഖുന്നൊരു സ്വഭാവമാണ്. അത് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. അലജ്തിനാബിൽ ഖബീഹി, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതില്ലെന്ന്. അതെങ്ങനെ അള്ളാഹ് യോജിക്കോ? അള്ളാഹ് മോശപ്പെട്ടത് ചെയ്യോ? അള്ളാഹ് അതിനെ ഉദ്ദേശിക്കോ? അങ്ങനെ ഒരു കാര്യം വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് പോലും തെറ്റാണ്, ശിർക്കാണ്, കുഫറാണ്. പടച്ചവൻ ഹയ്യാണ്, അവൻ ഹയാ ഉള്ളവനാണ് എന്ന് പറയുമ്പോ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് യുഹ്മലു അലാ മാ യലീഖു ലഹു, അള്ളാഹുവിനോട് യോജിക്കുന്ന നിലക്ക് എന്ന് നമ്മൾ മനസ്സിൽ വിശ്വസിക്കാം. കസായിരി സിഫാത്തിഹി, മറ്റു വിശേഷണങ്ങളെ പോലെ തന്നെ നുഅ്മിനു ബിഹാ, അത് നമ്മൾ വിശ്വസിക്കണം. അല്ലാഹുവിന് ഹയാ ഉണ്ട് എന്നത്, അല്ലാഹു ഹയ്യാണ്, നിഷേധിക്കാൻ പാടില്ല, അത് വിശ്വസിക്കണം. പക്ഷേ വലാ നുകയ്യിഫുഹാ, അതിന്റെ കൈഫിയത്ത് പറയാൻ പാടില്ല. ഏതുപോലെ? നമ്മളെ പോലെ എന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ ലജ്ജ എന്നോ ഇങ്ങനെ കൈഫിയത്ത് പറഞ്ഞ് വ്യാഖ്യാനിക്കാനോ ഉദാഹരിക്കാനോ ഉപമിക്കാനോ പാടില്ല. അത് പണ്ഡിതന്മാര് ധാരാളം സ്ഥലത്ത് പറഞ്ഞു കാണാം. അത് ഇസ്ബാത്തൻ പടച്ചതമ്പുരാനെ ആ നിലക്ക് അല്ലാഹുവിന് ആ പ്രത്യേകമായ വിശേഷണത്തെ നമ്മൾ സ്ഥാപിച്ചു കൊടുക്കണം, നമ്മൾ അംഗീകരിക്കണം. മിൻ ഗൈരി തംസീലിൻ ലഹാ ബിഖൽഖിഹി, അവന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടികളോട് ഉപമിക്കാതെ, മസല് പറയാതെ, ഉദാഹരിക്കാതെ എങ്ങനെയാണോ അല്ലാഹുവിനെ യോജിക്കുന്നതെങ്കിൽ അങ്ങനെ അവന് ഹയാ ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ലാകിൻ നുത്ലിഖു ഹാദിഹി സിഫ കമാ തുലഖനാ വസ്ഫഹു സുബ്ഹാനഹു ബിൽ ഇറാദതി وإن خالفت إرادة المخلوقين لأن إرادته تقتضي وجوب المراد وإرادتنا لا تقتضي وجوبه. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആശയമാണത്. അള്ളാഹുവിനെ നമ്മൾ യുരീദു എന്ന് പറയാറില്ലേ? അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് പറയാറുണ്ട്. നമ്മുടെ ഉദ്ദേശവും അവന്റെ ഉദ്ദേശവും വ്യത്യാസമാണല്ലോ. കാരണം അള്ളാഹുവിന്റെ ഉദ്ദേശം ഉറപ്പായും നടക്കും, മനുഷ്യരുടെ ഉദ്ദേശമോ അത് നടന്നുകൊള്ളണമെന്നില്ല. ഇതേപോലെ തന്നെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിലും അവൻ മനുഷ്യനോട് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥമായ ഗുണമാണെന്ത്? അവൻ ലജ്ജയുള്ളവനാണ്, അവൻ ലജ്ജയുള്ളവനാണ്. അതൊരു നല്ല ഗുണമാണ്. കാരണം അല്ലാഹുവിന് നല്ല ഗുണങ്ങളല്ലേ ഉള്ളൂ, അല്ലാഹുവിന് നല്ല നാമങ്ങളല്ലേ ഉള്ളൂ.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നു. അതേപോലെ തന്നെ ഇനി നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ നാമങ്ങളിലുള്ള അതേ ഗുണങ്ങളെ കൃത്യമായി അവൻ വിശദീകരിച്ചു തരുമ്പോ പടച്ചതമ്പുരാൻ അടിമകളോട് പ്രോത്സാഹിപ്പിക്കുന്നു. എന്ത്? പടച്ചതമ്പുരാന്റെ നാമത്തിന് അനുയോജ്യമായ നിലക്കുള്ള സ്വഭാവങ്ങളെ വിശ്വാസി അവന്റെ ജീവിതത്തിൽ പകർത്തണമെന്ന്. ഉദാഹരണമായി അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്, അവൻ കരുണയുള്ളവനാണ്, അവൻ കരുണയുടെ കടലാണ്. അല്ലാഹു സുബ്ഹാനഹു അവന്റെ സൃഷ്ടികളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നു എന്ത്? പടച്ചതമ്പുരാൻ സൃഷ്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കരുണയുള്ളവരാകണം, നിങ്ങൾ കാരുണ്യം എന്ന ഗുണമുള്ളവരാകണം, ആ സ്വഭാവം നിങ്ങളിൽ വളർത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുമുണ്ട്. ഇതേപോലെ ലജ്ജ എന്ന് പറയുന്നത് വിശ്വാസികളിൽ നിലനിൽക്കേണ്ടുന്ന ഒരു സ്വഭാവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിരിക്കുന്നു. അൽ-ഈമാനു ബിദ്ഉൻ വസിത്തൂന ശുഅബ. ഒരു റിപ്പോർട്ടിൽ കാണാം ഈമാൻ എന്ന് പറയുന്നത് 60-ൽ പരം ശാഖകളാണ്, 70-ൽ പരം ശാഖകളാണെന്നും വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ വിശ്വാസത്തിൽ നിന്നുള്ള ഒരു ശാഖയാകുന്നു. അപ്പൊ ലജ്ജിക്കുക എന്ന് പറയുന്നത് വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു നല്ല സ്വഭാവമാണ്. പടച്ചവനിലുള്ളതും അതും ഇതുമായിട്ട് ബന്ധമില്ല. പടച്ചവന്റെ എങ്ങനെയാണ്? അള്ളാഹുവിനെ അറിയൂ. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനിൽ ഈ ഒരു ഗുണം ഉണ്ടാകേണ്ടത് എന്തിനാണ്? മനുഷ്യനിൽ ലജ്ജ എന്ന് പറയുന്ന വികാരം ഉണ്ടാകേണ്ടത് എന്തിനാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചീത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അവനെ പ്രേരിപ്പിക്കണം. അതേപോലെ തന്നെ നല്ല സ്ഥലങ്ങളിലൊക്കെ അവനെ കാണണം. അതാണ് പണ്ഡിതന്മാരെ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. ഫയജിബു അലാ കുല്ലി മുകല്ലഫിൻ അൻ യസ്തഹിയ മിൻ ഖാലിഖിഹി. അല്ലാഹുവിന്റെ കാര്യത്തിൽ അല്ലാഹ് കാണുന്നുണ്ടല്ലോ, അല്ലാഹ് കേൾക്കുന്നുണ്ടല്ലോ, അല്ലാഹ് അറിയുന്നുണ്ടല്ലോ എന്ന നിലക്ക് ഒരടിമ എപ്പോഴും ലജ്ജയുള്ളവനായിരിക്കണം. അതെങ്ങനെയാണ് അവന്റെ ലജ്ജ? വദാലിക ബി അൻ ലാ യറാഹു ഹൈസു നഹാഹു. അവനെ കാണാതിരിക്കലാണ്. എവിടെ അല്ലാഹ് വിരോധിച്ചിടത്ത് അവന്റെ അടിമയെ റബ്ബ് കാണരുത്. അല്ലാഹ് വിരോധിച്ച സ്ഥലത്തൊന്നും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹ് ഉണ്ടാകണം എന്ന് പറഞ്ഞിടത്തൊക്കെ ഉണ്ടാവുകയും വേണം. ആ നിലക്കുള്ള ലജ്ജയെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതൊരു നല്ല ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു അൻസാരിയായ സഹോദരന്റെ അരികിലൂടെ നടന്നു പോകുന്നു. മറ്റേ സഹോദരൻ ഇയാളെ ഉപദേശിക്കുകയാണ്. ലജ്ജയുടെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും ലജ്ജ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമുള്ള ലജ്ജയുടെ കാര്യത്തിലും ഒരിത്തിരിയൊക്കെ വിട്ടുവീഴ്ചക്ക് വേണ്ടി ഇങ്ങനെ ഉപദേശം നടത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദഅഹു, അയാളെ വിട്ടേക്ക്. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ. ലജ്ജ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അത് ആവശ്യമാണ് മനുഷ്യന്. അതൊരു നല്ല ഗുണമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അന്തഃപുരത്തിലിരിക്കുന്ന, വീട്ടിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന തരുണീമണികളെക്കാൾ ലജ്ജയുള്ളവരായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സഹാബത്ത് വിശദീകരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം അത് വിശ്വാസികളിൽ ഉണ്ടാകേണ്ട രൂപം എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ലജ്ജയാണ് ഒന്നാമതായി വേണ്ടത്. തെറ്റ് ചെയ്യാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ ഏത് അവസരത്തിലാണെങ്കിലും നീ ഒറ്റക്കല്ല, നിന്റെ കൂടെ റബ്ബുണ്ട്. അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു കേൾക്കുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്. പടച്ചതമ്പുരാന്റെ നോട്ടത്തിൽ നിന്നോ കേൾവിയിൽ നിന്നോ കാഴ്ചയിൽ നിന്നോ ശ്രദ്ധയിൽ നിന്നോ തെറ്റിക്കൊണ്ട് ഒരു സംഗതിയും ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല. പടച്ചോന്റെ കാര്യത്തിൽ ലജ്ജ വേണം. തെറ്റ് ചെയ്യുമ്പോ ലജ്ജ വേണ്ടേ? റബ്ബിനെ കുറിച്ച് നീ ലജ്ജിക്കുന്നില്ലേ? പടച്ചതമ്പുരാനെ കുറിച്ച് നിനക്ക് ലജ്ജയില്ലേ? അള്ള കാണുന്നില്ലേ? അള്ള കേൾക്കുന്നില്ലേ? അള്ള അറിയുന്നില്ലേ? അതാ വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ തകൂനു ഫീ ശൈഇൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ
ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. നീ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും, എന്തൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും, ഏതൊരു വിഷയത്തിൽ നീ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും, ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ ഇത് തുഫീദൂന ഫീഹി, നിങ്ങൾ ഏതൊരു പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴും നാം നിങ്ങളുടെ മേൽ സാക്ഷിയായിട്ടല്ലാതെ, ദൃക്സാക്ഷിയായിട്ടല്ലാതെ ഒരു പ്രവൃത്തിയും നിങ്ങൾക്ക് ചെയ്യാനാവില്ല കേട്ടോ. നമ്മൾ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്നു, ദീനിന്റെ കാര്യം നാം സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ ഇവിടെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നു. ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാണുന്നുണ്ടല്ലോ, റബ്ബിത് കേൾക്കുന്നുവല്ലോ, റബ്ബിത് അറിയുന്നുവല്ലോ. ഏതൊരു കാര്യത്തിലും, അത് നല്ലതായാലും ചീത്തയായാലും, എന്തിലേർപ്പെടുമ്പോഴും അല്ലാഹു അത് അറിയുന്നുണ്ട്. വമാ യഅ്സുബു റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ, ഒരണുത്തൂക്കത്തോളമെങ്കിലും ഭൂമിയിലോ ആകാശത്തിലോ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഒരളവോ ഇതിനേക്കാൾ അപ്പുറമുള്ളതോ എല്ലാം വ്യക്തമായ ഒരു രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ ഒന്നും കഴിഞ്ഞു പോകുന്നില്ല, ഒന്നും പടച്ച തമ്പുരാന്റെ അറിവിൽ നിന്നും മറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു കാണാം, മുൻഗാമികളായ പണ്ഡിതന്മാരെന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഒരു മഹാൻ പറയുകയാണ്, അലിംതു ഞാൻ നന്നായി മനസ്സിലാക്കുന്നു, അന്നല്ലാഹ തആല മുത്തലിഉൻ അലയ്യ, അല്ലാഹ് എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ റബ്ബ് എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഫസ്തഹിയൈതു, അതിനാൽ ഞാൻ ലജ്ജിക്കുന്നു, എനിക്ക് നാണമാകുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു. അൻയറാനി അലാ മഅസിയ, എന്റെ റബ്ബ് ഞാനൊരു തെറ്റ് ചെയ്യുന്നതായിട്ട് എന്നെ കാണുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. എന്റെ റബ്ബ് എന്നെ എപ്പോഴും കാണില്ലേ, റബ്ബ് എപ്പോഴും നോക്കുമ്പോ ഞാൻ എങ്ങനെയാ തെറ്റ് ചെയ്യാ? ഏത് ഇരുളിന്റെ മറവിൽ ആരുടെ അടുക്കലാണെങ്കിലും വൈദാ ഖലൗത ബിരീബത്തിൻ ഫീ ളുൽമത്തിൻ വന്നഫ്സു ദാഇയത്തുൻ ഇലൽ ഇസ്യാനി ഫസ്തഹി മിൻ നളരിൽ ഇലാഹി വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. ഒറ്റക്കൊരു സ്ഥലത്ത് വളരെ സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നീ ഒറ്റക്ക് ഒരുത്തിയുടെ കൂടെയാവുകയാണെങ്കിൽ, തനിച്ചാവുകയാണെങ്കിൽ, അതാ നിന്റെ മനസ്സതാ നിന്നോടിങ്ങനെ തെറ്റിന് വേണ്ടി പ്രേരിപ്പിക്കുമ്പോ നിന്റെ മനസ്സിനോട് നീ പറഞ്ഞോ, നീ എപ്പോഴും നിന്റെ മനസ്സിനോട് പറഞ്ഞോ എന്ത്? ഫസ്തഹി, നീ ലജ്ജിച്ചോ, മിൻ നളരിൽ ഇലാഹി, ഇലാഹു നോക്കുന്നുണ്ട് കേട്ടോ. ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ഇരുട്ടിനെയും വെളിച്ചത്തെയും ഒക്കെ പടച്ചവൻ റബ്ബല്ലേ. ഇരുട്ടത്തിരുന്നു കൊണ്ട് തെറ്റ് ചെയ്യുമ്പോ നീ വിചാരിച്ചോ, ഇരുട്ടിനെ പടച്ചവൻ ഉണർന്നിരിക്കുന്നുണ്ട്. യറാനി, അവൻ എന്നെ കാണുന്നല്ലോ, അവൻ എന്നെ കേൾക്കുന്നല്ലോ എന്ന് നീ മനസ്സിലാക്കിയിട്ട് നീ ലജ്ജിച്ചോളൂ, പടച്ച തമ്പുരാനെ ഓർത്ത് നീ ലജ്ജിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയം കവി അദ്ദേഹത്തിന്റെ ഭാഷയിലൂടെ വിശദീകരിച്ചിരിക്കുകയാണ്. ഇനി ഇമാം റാഗിബ് പറഞ്ഞു കാണാം, വല്ലദീ യസ്തഹീ മിൻഹുൽ ഇൻസാനു സലാസ, മനുഷ്യൻ ആരിൽ നിന്നൊക്കെയാണ് ലജ്ജ കാണിക്കാറുള്ളത്? 3 ആളുകളിൽ നിന്ന്, 3 വിഭാഗത്തെ കുറിച്ച് മനുഷ്യൻ ലജ്ജിക്കാറുണ്ട്. ഒന്ന് മനുഷ്യനെ കുറിച്ച് തന്നെ, മനുഷ്യൻ വല്ലതും കാണുമ്പോൾ വലിയ ലജ്ജയാണ്, അതാണ് മിക്ക ആളുകൾക്കുമുള്ള ലജ്ജ. രണ്ടാമത്തത് ഒന്ന് തന്നെ കുറിച്ചുള്ള ലജ്ജയാണ്, തന്നെ കുറിച്ച് തന്നെ ലജ്ജയാണ്. മൂന്നാമത്തത് അല്ലാഹുവിനെ കുറിച്ചുള്ള ലജ്ജയാണ്, അതാണ് വേണ്ടത്. മറ്റെല്ലാത്തിനേക്കാളും നീ ലജ്ജിക്കേണ്ടത് പടച്ച തമ്പുരാനെ കുറിച്ചാണ്. കാരണം അലം യഅലം ബി അന്നല്ലാഹ യറാ, മനുഷ്യൻ അറിയുന്നില്ലേ നിശ്ചയമായും അവന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ടെന്ന്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്തഹിയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് യഥാർത്ഥമായ നിലക്കുള്ള ലജ്ജ ലജ്ജിക്കണം, ശരിയായ ലജ്ജ നിങ്ങൾക്കുണ്ടാവണം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ
ഇന്നാ നസ്തഹി വൽഹംദുലില്ലാഹ്, ഞങ്ങളൊക്കെ ലജ്ജയുള്ളവരാണല്ലോ, അല്ലാഹുവിനെ സ്തുതിക്കട്ടെ, ഞങ്ങളതിന്റെ പേരിൽ ഞങ്ങളൊക്കെ ലജ്ജയുള്ളവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലജ്ജ എന്ന് പറയുന്നത് ലൈസദാക, നിങ്ങളാ ഉദ്ദേശിക്കുന്ന നാണം കുണുങ്ങല് മാത്രമല്ല, അതല്ല യഥാർത്ഥത്തിലുള്ള ലജ്ജ. അതും വേണം, വേണ്ടെടുത്തതും വേണം. പക്ഷേ യഥാർത്ഥത്തിലുള്ള ലജ്ജ വലാകിന്നൽ ഇസ്തിഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിങ്കൽ നിന്ന് യഥാർത്ഥത്തിൽ നിനക്ക് ലജ്ജയുണ്ടാകേണ്ടത് എങ്ങനെയൊക്കെയാണ്? ലജ്ജ എന്ന് പറയുന്ന ഗുണം നിനക്ക് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം നീ അല്ലാഹുവിങ്കൽ നിന്ന് ലജ്ജയുണ്ടോ നിനക്ക് എന്ന് പരീക്ഷിക്കാൻ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ തഹ്ഫളർ റഅസ വമാ വആ, നിന്റെ തലയെ നീ സൂക്ഷിച്ചോ, വമാ വആ, അത് ശ്രദ്ധിക്കുന്നതും. തല ശ്രദ്ധിക്കുന്നത്, തലയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യന്റെ തല എന്ന് പറയുന്ന അവയവം, അതിലാണ് അവന്റെ 2 കണ്ണുകളുള്ളത്, അതിലാണ് അവന്റെ 2 കാതുകളുള്ളത്. അതേപോലെ തന്നെ അതിലല്ലേ അവന് അല്ലാഹു സംസാരിക്കാനുള്ള ശേഷിയായി കൊണ്ട് നൽകിയ നാവും അതിന്റെ സഹായമായി കൊണ്ട് ചലിപ്പിക്കാൻ വേണ്ടി മേൽചുണ്ടും കീഴ്ചുണ്ടും. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, മനുഷ്യന് നാം 7 കണ്ണുകൾ നൽകിയില്ലയോ? അലം നജ്അൽ ലഹു ഐനൈനി, 2 കണ്ണുകൾ നൽകിയില്ലയോ? വലിസാനൻ, നാക്കും നൽകിയില്ലേ? വശഫതൈനി, മേൽചുണ്ടും കീഴ്ചുണ്ടുമാകുന്ന 2 ചുണ്ടുകളും നൽകിയില്ലേ? അപ്പൊ പ്രധാനമായി നീ നിന്റെ തല സൂക്ഷിക്കണം എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ള തന്ന ഈ 2 കണ്ണില്ലേ, അത് അള്ള തന്നതാണെന്ന ബോധം വേണം. ആ പടച്ചവൻ തന്ന കണ്ണുകൊണ്ട് നിനക്ക് വേണ്ടാത്തത് കാണാൻ ലജ്ജയില്ലേ മനുഷ്യ? നീ ലജ്ജിക്കണം. അള്ള തന്ന കണ്ണുകൊണ്ടാ നീ ഹറാമ് നോക്കിക്കാണുന്നത്. അള്ള തന്ന ഈ കണ്ണുകൊണ്ടാണ് നീ ഹറാമ് കണ്ട് ആസ്വദിക്കുന്നത്. എന്റെ വീട്ടിൽ വാതിലടച്ചിരുന്ന് ഞാനല്ലേ കാണുന്നത്? ആർക്കാണ് ഛേദം? എനിക്കല്ലേ കറണ്ട് ചെലവാകുന്നത്? അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയ CD അല്ലേ കാണുന്നത്? നീ അത് ചോദിക്കാൻ ആരാണ്? എന്നെ ചോദിക്കാൻ, അല്ലെങ്കിൽ എന്നെ അത് തിരുത്താൻ ആരാണുള്ളത് എന്ന് ചിന്തിക്കേണ്ടതില്ല. നീ ഒറ്റക്കിരിക്കുമ്പോഴും ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു, നീ ഒറ്റക്കൊരിടത്തിരിക്കുകയാണെങ്കിൽ പോലും നീ പറഞ്ഞു പോകരുത് ഞാനിപ്പോൾ ഒറ്റക്കാണെന്ന്, ഞാനിപ്പോ ഒറ്റക്കാണെന്ന് നീ പറഞ്ഞു പോകരുത്. വലാകിൻ ഖുൽ, പക്ഷേ നീ എന്താ നിന്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത്? അലയ്യ റഖീബ്, എന്റെ മേൽ നിരീക്ഷകനായിട്ട് എന്റെ റബ്ബുണ്ട്. അവൻ ഉറക്കമില്ലല്ലോ, മയക്കമില്ലല്ലോ, ക്ഷീണമില്ലല്ലോ, അവന് ഭക്ഷണം വേണ്ടല്ലോ, റെസ്റ്റ് വേണ്ടല്ലോ, അവന് രോഗമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. എപ്പോഴും എന്നെ കാണുന്ന റബ്ബുണ്ടല്ലോ. അപ്പൊ അല്ലാഹ് കാണുന്നുണ്ട്, ആ റബ്ബ് കാണുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ തലയെ നീ സൂക്ഷിക്കൽ. നിനക്ക് പടച്ചോനെ കുറിച്ച് ലജ്ജയുണ്ടെങ്കിൽ നീ സൂക്ഷിക്കണം, നിന്റെ തല നീ സൂക്ഷിക്കണം. അതിൽ അല്ലാഹ് ഫിറ്റ് ചെയ്ത 2 കണ്ണില്ലേ, ആ 2 കണ്ണുകൊണ്ട് ഹറാം കാണാൻ നീ ഒരിക്കലും തയ്യാറാകരുത്. നീ ലജ്ജിച്ചോളൂ. അതേപോലെ അല്ലാഹ് തന്ന കാതില്ലേ, കാത് കൊണ്ട് നീ ഹറാം കേട്ട് ആസ്വദിക്കണ്ട. ലജ്ജ വേണം നിനക്ക്. അശ്ലീലം നീ കേൾക്കണ്ട, അശ്ലീലം നീ കാണണ്ട, മോശപ്പെട്ട ഔറത്തുകൾ നീ കാണണ്ട. നിനക്ക് അനുവദിക്കപ്പെടാത്തതിലേക്ക് നിന്റെ കണ്ണ് നീ ഉയർത്തണ്ട, നിന്റെ കാത് നീ കൊടുക്കണ്ട. അതേപോലെ തന്നെ നിന്റെ നാക്ക് കൊണ്ട് അല്ലാഹുവിന് വെറുപ്പുള്ള ഒന്നും നീ പറയണ്ട. അശ്ലീലം നീ സംസാരിക്കണ്ട, ഗീബത്ത് നീ പറയണ്ട, നമീമത്തിന് നീ നിന്ന് കൊടുക്കണ്ട. അതേപോലെ തന്നെ നിന്റെ നാക്ക് കൊണ്ട് അരുതാത്തതൊന്നും പറയാതെ അങ്ങനെ നിന്റെ തലയെ നീ സൂക്ഷിക്കലാണ് യഥാർത്ഥത്തിൽ പടച്ചവനെ കുറിച്ച് നീ ലജ്ജിക്കുക എന്ന് പറയുന്നത്. തീർന്നില്ല. വൽ ബത്ന വമാ ഹവാ, വയറിനെയും നീ സൂക്ഷിക്കണം. വമാ ഹവാ, ഉൾക്കൊള്ളുന്നതും നീ സൂക്ഷിക്കണം എന്ന് പറയുമ്പോ ബത്ന്, മനുഷ്യന്റെ വയറിലല്ലേ അവന്റെ ആമാശയമുള്ളത്. നീ ഹറാം തിന്നുന്നതിൽ നിനക്ക് ലജ്ജ വേണം. നീ ഹലാലെ ഭക്ഷിക്കാവൂ. നീ എപ്പ തിന്നുമ്പോഴും നീ അതിൽ വൈറ്റമിൻ ഉണ്ടോ എന്നല്ല പരിശോധിക്കേണ്ടത്, പോഷകാഹാരമാണോ എന്നല്ല നീ ആദ്യം പരിശോധിക്കേണ്ടത്, നിന്റെ ശരീരത്തിന് അത് കേടുണ്ടോ എന്നല്ല നീ ആദ്യം പരിശോധിക്കേണ്ടത്. അതൊക്കെ പരിശോധിക്കുന്നതിന്റെ മുമ്പേ അല്ലാഹ് പറഞ്ഞ ഒരു വിശേഷണമുണ്ട്. ഹലാലൻ തയ്യിബ എന്നാണ് അല്ലാഹ് പറഞ്ഞത്. ആദ്യം നോക്കേണ്ടത് ഹലാലാണോ, ഇത് തനിക്ക് തിന്നൽ ഹലാലാണോ, ഹലാലായ വഴിയിലൂടെ കിട്ടിയ ഭക്ഷണമാണോ, ഹലാലിലൂടെ നേടിയതാണോ, അതാണ് നീ ഓർക്കേണ്ടത്. അപ്പൊ ഹലാല് മാത്രമേ നിന്റെ ആമാശയത്തിലേക്ക്, വയറ്റിലേക്ക് നീ ഇറക്കാവൂ. ഹറാം ഇറക്കുന്നതിൽ നിനക്ക് ലജ്ജ വേണം.
അതേപോലെ വയറുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ നിൽക്കുന്നത് നിന്റെ ലൈംഗികാവയവം, നീ സൂക്ഷിക്കണം. ഹറാമ് ചെയ്യാതെ നീ സൂക്ഷിക്കണം. അങ്ങനെ നിന്റെ ശരീരത്തെ മുഴുവൻ നീ എന്ത് ചെയ്യണം? തെറ്റുകളിലേക്ക് ഏർപ്പെടുന്നതില്ലെന്ന് മാറി നിൽക്കാൻ മാത്രം നിനക്ക് ഒരു സ്വഭാവം വന്നെങ്കിൽ നിനക്ക് അല്ലാഹുവിന്റെ കാര്യത്തിൽ ലജ്ജയുണ്ടെന്ന് നീ സമാധാനിച്ചോളൂ. അതേപോലെ നീ മരണത്തെ ഓർക്കണം. നശിച്ചു പോകാനുള്ളതാണ് ദുന്യാവെന്ന് നീ ഓർക്കണം. ദുന്യാവിന്റെ അലങ്കാരങ്ങളും സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നീ ആഖിറത്തെ മറക്കാതെ ആഖിറത്തെ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ ഐഹിക ജീവിതത്തിലെ അവൻ അനുവദിക്കപ്പെടാത്ത അലങ്കാരങ്ങളുടെ പിന്നാലെ പോകുന്നതല്ല. എത്ര പളവളപ്പുള്ള അലങ്കാരങ്ങൾ ദുനിയാവിൽ കണ്ടാലും എനിക്കത് വേണ്ട, എന്റെ റബ്ബിനത് ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടവൻ അതിനോട് നിസ്സംഗത പുലർത്തി അതിൽ നിന്നും മാറി നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹയാ മിനല്ലാഹി ഹഖൽ ഹയായി. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്താൽ, ഈ രൂപത്തിലൊക്കെ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അവനെ കുറിച്ച് പറയട്ടെ, അവൻ ആരാണ്? ഇസ്തഹയാ മിനല്ലാഹി ഹഖൽ ഹയായി. അവനാണ് റബ്ബിനെ കുറിച്ച് യഥാർത്ഥമായ നിലക്ക് ലജ്ജിക്കേണ്ട നിലക്ക് ലജ്ജിച്ചവൻ. ഇതാണ് നമ്മളിൽ ഉണ്ടാകേണ്ട ഗുണം. അതാണ് പടച്ചതമ്പുരാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, അതിനാണ് അവിടുന്ന് പ്രേരിപ്പിക്കുന്നത്. ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്തോ എന്നാണ് ഇസ്ലാം പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ലം തസ്തഹി ഫസ്റഅ മാ ശിഅ്ത. നിനക്ക് നാണമില്ലേ, ലജ്ജയില്ലേ, എന്തും ചെയ്തോ. എന്തും ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു ലൈസൻസ് തന്നതല്ല. ആണല്ലാത്തോനാ എന്തും ചെയ്യാൻ, ആണല്ലോ എന്തും ചെയ്യൂല. എന്തും ചെയ്യുന്നതിന്റെ മുമ്പ് 100 വട്ടം ആലോചിക്കും. നിനക്ക് പറ്റുമോ, പറ്റൂലേ, കാണാമോ, കേൾക്കാമോ, ചെയ്യാമോ, കഴിക്കാമോ, പ്രവർത്തിക്കാമോ, പോകാമോ, ഇരിക്കാമോ, സഹായിക്കാമോ, സഹകരിക്കാമോ, ധാരാളമായിട്ട് അവൻ ആലോചിക്കും. ആ നിലക്ക് അവൻ ആലോചന വരുന്നത് ഈ ഒരു ഗുണമുള്ളത് കൊണ്ടാണ്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട് സഹാബികളോട് കൃത്യമായി. എന്ത് നേരത്തെ പറഞ്ഞില്ലേ, ഉമ്മു സുലൈം ബീവി പഠിപ്പിച്ചില്ലേ, പറഞ്ഞില്ലേ, നല്ല കാര്യത്തിൽ ലജ്ജ പാടില്ല. ദീനൊരു കാര്യം മനസ്സിലാക്കുന്ന വിഷയത്തിൽ ലജ്ജിക്കേണ്ടതില്ല. അറിവ് നേടുന്നതിൽ ലജ്ജ പാടില്ല. അതൊക്കെയും നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള, തിന്മകളോട് വിട പറയാനുള്ള, ചീത്തയായ മജ്‌ലിസിലേക്ക് പോകാതിരിക്കാനുള്ള, അതുമായി ഒരു നിലക്കും ബന്ധപ്പെടാതിരിക്കാനുള്ള ഒരു ഈമാനികമായ വികാരമാണ് അൽ ഹയാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്, ഈമാനിന്റെ ഒരുപാട് ശാഖകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റൊന്നായി എടുത്തു പറയുന്നത്, ഒരൊറ്റ കാര്യമാണ് സ്വഭാവ രംഗത്തുള്ളതിൽ എടുത്തു പറയുന്നത്. ഈമാൻ ഒരുപാട് ശാഖകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠകരമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിലേറ്റവും താഴേക്കടയിലുള്ളത് അദ്നാഹാ ഇമാത്തത്തുൽ അദാനി തരീഖി, വഴിയിൽ നിന്നൊരു ഉപദ്രവം എടുത്ത് നീക്കം ചെയ്തവരെ പറഞ്ഞു. അക്കൂട്ടത്തിൽ നിന്ന് ഒരൊറ്റ സ്വഭാവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ അത് വിശ്വാസത്തിന്റെ ഒരു ശാഖയാകുന്നു. വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതൊന്നും പറഞ്ഞില്ല. എന്തേ അത് മാത്രം എടുത്തു പറയാൻ കാരണം? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ബി അന്നഹു കദ്ദാഇ ഇലാ ബാഖി ശുഅബി ഇദിൽ ഹയ്യു യഖാഫു ഫദീഹത്തദ് ദുനിയാ വൽ ആഖിറ ഫയതമിറു വയൻസജിറു. ഫത്ഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ രൂപത്തിലുള്ള നല്ല ഗുണങ്ങളിലേക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു ഗുണം തന്നെ പറഞ്ഞാൽ മതി, അതിൽ മറ്റൊക്കെ പെട്ടുകഴിഞ്ഞു. ഇതുണ്ടായാൽ പിന്നെ മനുഷ്യനിൽ ഈമാന്റെ മറ്റു സ്വഭാവങ്ങളൊക്കെ വന്നു ചേരും. കാരണം ഒരു ലജ്ജയുള്ള മനുഷ്യൻ, ഇതിൽ ഹയ്യു, യഥാർത്ഥത്തിൽ പടച്ചവന്റെ കാര്യത്തിൽ ലജ്ജിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, യഖാഫു ഫദീഹത്തദ് ദുനിയാ വൽ ആഖിറ, അവൻ രണ്ട് ലോകത്തെയും വഷളത്തരങ്ങളെ ഭയപ്പെടുന്നവനായതുകൊണ്ട് ഫയതമിറു, അവൻ കൽപ്പനകളെ അനുസരിക്കും, വയൻസജിറു, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എടുത്തു പറഞ്ഞത്. അതുണ്ടായാൽ മറ്റുള്ളതൊക്കെ അതിന് ബോൽബലകമായിട്ട് പിന്നീട് അനുബന്ധമായിട്ട് വന്നുകൊള്ളും എന്ന നിലക്കാണ് എന്ന് മഹാന്മാര് വിശദീകരിച്ച് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഒരു നാമമാണ് ഹയ്യുൻ എന്നത്. അത് ഹദീസിൽ വന്നതാണ്, ഖുർആനിൽ വന്ന നാമമല്ല. ലജ്ജയുള്ളവൻ എന്നാണ്, തെറ്റിദ്ധരിക്കരുത്. എങ്ങനെ മനുഷ്യന്റെ ലജ്ജ വിശദീകരിച്ചു കഴിഞ്ഞു നമ്മൾ, അതേപോലെയാണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏത് നാമങ്ങളും അവന് യോജിക്കുന്ന നിലക്ക് എങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷേ നമ്മളത് വിശ്വസിക്കുന്നു. രൂപം പറയാനോ മറ്റൊന്നു പോലെ എന്ന് ഉദാഹരിക്കാനോ ഇതേപോലെ എന്ന് ഉപമ പറയാനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ വ്യാഖ്യാനിച്ച് മറ്റൊന്നാക്കി തീർക്കാനോ തയ്യാറാകുന്നില്ല.
ഉണ്ടായിരുന്നില്ല. ഇതാണ് മുൻഗാമികളായ സഹാബാ കിറാം അടക്കമുള്ള പൂർവീകരായ സച്ചരിതരായ ആളുകളുടെ അഥവാ സലഫുസ് സാലിഹുകളുടെ സമീപനം, അവരുടെ രീതി അതാണ്, അവരുടെ മൻഹജ് അതാണ് എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഹദീസിന്റെ ബാക്കി ഭാഗത്ത് വന്ന നാമമാണ് സിത്തീർ. സിത്തീർ എന്നത് സാധാരണ സത്താർ എന്നാ പറയാ. സത്താർ എന്നുള്ളൊരു പ്രയോഗമില്ല, അങ്ങനെ ഹദീസിൽ വന്നിട്ടില്ല. സിത്തീർ എന്നാൽ അത് തന്നെ വേറൊരു വായനയും കൂടി പണ്ഡിതന്മാർ പറയുന്നു സത്തീർ എന്ന്. അല്ല സാത്തിർ എന്നോ അല്ലെങ്കിൽ സത്താർ എന്നോ ഉള്ള പ്രയോഗങ്ങളെ സംബന്ധിച്ച് കാണുന്നില്ല. ഇത് ഹദീസിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു ലജ്ജയുള്ളവനാണ്, അതോടൊപ്പം സിത്തീറുൻ, സിത്തീറുൻ അവൻ മറച്ചു വെക്കുന്നവനാണ്. ഇതാണ് ഇവിടെ സിത്തീർ എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞില്ലേ, വഹുവൽ ഹയ്യു ഫലൈസ യഫ്ലഹു അബ്ദഹു ഇൻദ തജാഹുരി മിൻഹു ബിൽഇസ്യാനി ലകിന്നഹു യുൽഖി അലൈഹി സിത്രഹു ഫഹുവ സതീർ വസാഹിബുൽ ഗുഫ്റാനി. അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അടിമകളുടെ അയ്ബുകളെയും അടിമകളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകളെയും തിന്മകളെയും ഒക്കെ പടച്ചവന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് അത് മാലോകരറിയാതെ അവനെ വഷളാക്കാതെ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലുമൊക്കെ അല്ലാഹു മറച്ചു വെക്കുന്നു. അത് റബ്ബ് ചെയ്യുന്ന വലിയ ഒരു റഹ്മത്താണ്. മനുഷ്യരിലെ പോരായ്മകളെ വെളിച്ചത്ത് കൊണ്ടുവരാതെ, അവന്റെ ന്യൂനതകളെ പരസ്യപ്പെടുത്താതെ, അത് സ്വന്തമാണെങ്കിലും മറ്റുള്ളവരാളെ സംബന്ധിച്ചാണെങ്കിലും പരസ്യമാക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. തെറ്റുകൾ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും രണ്ടും രണ്ട് നിലക്കാണ് ഇസ്ലാം പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിരീൻ. ഉമ്മത്തിലെ മുഴുവൻ ആളുകളോടും അല്ലാഹു അഫ്വ് ചെയ്യുന്നതാണ്. സമുദായത്തിലെ ആളുകൾ തെറ്റ് ചെയ്താൽ അല്ലാഹു അവന്റെ വലിയ മഹളായ ഫള് കൊണ്ടവൻ ഒരുപക്ഷെ അഫ്വ് ചെയ്തു കൊടുക്കും, മാപ്പ് ചെയ്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീന. ജാഹറ മുജാഹിരീന എന്ന് പറഞ്ഞാൽ പരസ്യമാക്കുന്നവരുടേതൊഴികെ. തെറ്റിങ്ങനെ പരസ്യമായി ചെയ്യുക, പരസ്യമായിട്ട് ഈ ഒരു വെല്ലുവിളി സ്വരത്തിൽ, ഒരു കുറ്റബോധമല്ല. ഇന്ന മിനൽ മുജാഹറത്തി, അങ്ങനെ മുജാഹറത്തിൽ പെട്ടതാണ് അൻ യഅമല റജുലു ബിൽ ലൈലി അമലൻ, ഒരാൾ രാത്രി ഒരു പ്രവൃത്തി ചെയ്യുന്നു, സുമ്മ യുസ്ബിഹു, അങ്ങനെ നേരം പുലരുന്നു, വഖദ് സതറഹുല്ലാഹ്, അള്ളയാണെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല, ഇവനെ വഷളാക്കിയിട്ടില്ല, ഇവനിൽ നിന്ന് ദുർബലമായ നിമിഷത്തിൽ സംഭവിച്ചു പോയൊരു അബദ്ധം മാലോകരറിഞ്ഞിട്ടില്ല, അത് അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് കേൾക്കണ്ടേ? ഇയാൾ നേരം പുലർന്നിട്ട് പറയുന്നു, യാ ഫുലാൻ, ഏ ചങ്ങാതി, അല്ലയോ മനുഷ്യ, അമിൽതുൽ ബാരിഹത കദാ വകദാ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ പ്രവർത്തിച്ചു എന്നവൻ പറഞ്ഞു നടക്കുന്നു. അതൊരു വലിയ മേനിയായി പറയുന്ന ആളുകളില്ലേ? തെറ്റായ ഒരു സംഗതി അഥവാ സംഭവിച്ചു പോയെങ്കിൽ അത് മൂടിവെക്കാതെ ഇങ്ങനെ വലിയൊരു കാര്യമായിട്ട് എടുത്തു പറയുന്നവരില്ലേ? അവൻ രാത്രി താമസിച്ചപ്പോ, അവൻ രാത്രിയായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് ആ തിന്മ മറച്ചു വെച്ചതാണ്. വയുസ്ബിഹു, എന്നാൽ പുലർന്നപ്പോഴേക്ക് അല്ലാഹു അവൻ ഉണ്ടാക്കി കൊടുത്ത മറയെ അവൻ നീക്കിക്കളഞ്ഞു. അപ്പൊ മനുഷ്യന്റെ ഒരു സ്വഭാവം, തെറ്റുകൾ മനുഷ്യനിൽ നിന്ന് സംഭവിച്ചേക്കാം, മലക്കുകളല്ലല്ലോ. മനുഷ്യരിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന തെറ്റുകൾ പറ്റിപ്പോയാൽ തന്നെ അത് വളരെ സ്വകാര്യമായി തന്റെ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി തന്റെ റബ്ബിന്റെ മുമ്പിൽ മാത്രം എടുത്തു പറയുകയല്ലാതെ ആ തെറ്റുകളെ ഒരിക്കലും പരസ്യപ്പെടുത്താൻ പാടില്ല. എന്നാൽ ചില കാര്യങ്ങൾ മാത്രം അല്ലാഹു പരസ്യപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരാളെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ മുതലന്യായമായി എടുത്തിട്ടുണ്ടെങ്കിൽ, അത് പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തോട് ഒരു പക്ഷേ പോയിട്ട് പറയേണ്ടി വരും, ഞാൻ നിങ്ങളെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെടണം, മാപ്പാക്കണം എന്ന് പറയാം. അതല്ലാത്ത മറ്റു നിലക്കുള്ള പാപങ്ങളൊക്കെ മനുഷ്യനിൽ നിന്ന് സംഭവിച്ചു പോയെങ്കിൽ അതവൻ വളരെ സൂക്ഷ്മതയോടുകൂടി മറച്ചു വെക്കുകയും അത് അല്ലാഹുവിനോട് പുറത്തു തരാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. ആ നിലക്ക് അങ്ങനെ മനുഷ്യനിൽ നിന്ന് സ്വകാര്യമായിട്ട് വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ നാളെ പരലോകത്ത് അല്ലാഹു അത് മറച്ചു വെക്കുന്നവനാണ്, ഏറെ മറച്ചു വെക്കുന്നവനാണ്. അതാണ് സിത്തീർ എന്ന അവന്റെ നാമം അറിയിക്കുന്നത്. അവൻ അവന്റെ അടിമകളെ മുഴുവൻ നാളെ പരലോകത്ത് മഹ്ശറിൽ വെച്ച് വഷളാക്കണം എന്ന വാശിയൊന്നും അവനില്ല.
അവൻ വളരെ കരുണ കാണിക്കുന്നു, അവൻ സ്നേഹം കാണിക്കുന്നു. തെറ്റുകൾ സംഭവിച്ചിട്ട് പടച്ചവനിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച ആളുകളോട് അതാ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യദ്നു അഹദുക്കും മിർ റബ്ബിഹി ഹത്താ യദഅ കനഫഹു അലൈഹി ഫയഖൂലു അമിൽത കദാ വകദാ ഫയഖൂലു നഅം വയഖൂലു അമിൽത കദാ വകദാ ഫയഖൂലു നഅം ഫയുഖർറിറുഹു സുമ്മ യഖൂലു ഇന്നി സതർതു അലൈക ഫിദ്ദുനിയാ ഫഅനാ അഗ്ഫിറുഹാ ലകൽ യൗം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യദ്നു അഹദുക്കും മിർ റബ്ബിഹി. നാളെ പരലോകത്തതാ വിചാരണക്ക് വേണ്ടി മഹ്ശറിൽ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങളിൽ ഒരാളാ നിങ്ങളുടെ റബ്ബുമായിട്ട് അങ്ങ് അടുക്കുന്നു. അങ്ങനെ പടച്ച തമ്പുരാന്റെ ഒരു പ്രത്യേകമായ സംരക്ഷണം അവന് ലഭിക്കുന്നു. അവിടെ വെച്ച് റബ്ബ് അവനോട് നേരിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, അമിൽത കദാ വകദാ, നീ ഇന്ന ഇന്ന പ്രവർത്തനങ്ങളൊക്കെ നീ ചെയ്തതല്ലേ, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ അടിമ പറയും നഅം അതെ. വയഖൂലു, പിന്നെയും അല്ലാഹു ചോദിക്കുന്നു, അമിൽത കദാ വകദാ, നീ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, നഅം അതെ. ഫയുഖർറിറുഹു, അങ്ങനെ ഇയാൾ സമ്മതിക്കുകയാണ്. അയാൾക്ക് ഉറപ്പായി എനിക്ക് രക്ഷയില്ല, ഞാൻ ആകെ നരകത്തിലേക്ക് പോയത് തന്നെ, ഇനി എനിക്ക് ഒരിക്കും രക്ഷയില്ല എന്ന സങ്കടത്തോടുകൂടി ഇയാൾ ഇതെല്ലാം അംഗീകരിക്കുമ്പോ അതാ റബ്ബ് അയാളോട് പറയുന്നു, സുമ്മ യഖൂലു, ആ അവസരത്തിൽ പടച്ചവൻ അയാളോട് പറയാണ്, ഇന്നി സതർതു അലൈക ഫിദ്ദുനിയാ, ഇതൊന്നും നാട്ടിൽ മാലോകരറിയാതെ ഞാൻ മറച്ചു വെച്ച പാപങ്ങളാണ്, നീ ചെയ്തിട്ടും ഇതൊന്നും ജനങ്ങൾ അറിയാതെ ഞാൻ മൂടി വെച്ചില്ലേ, അതൊക്കെ ജനങ്ങൾ അറിയാതെ നിന്റെ ആ വഷളത്തരത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച് നിന്റെ പോരായ്മകളെ ഞാൻ മറച്ചു വെച്ചില്ലേ ദുനിയാവിൽ, ഫഅനാ അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നത്തെ ദിവസം അത് മറച്ചു വെക്കൽ മാത്രമല്ല നിനക്കത് പുറത്തു തരികയും ചെയ്തിരിക്കുന്നു. പടച്ചവന്റെ അപാരമായ അനുഗ്രഹം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹ് എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്ന ആ നിലക്കുള്ള ഒരു കാര്യം പറയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നിനക്കത് ദുനിയാവിൽ ഞാനത് മറച്ചു വെച്ചു, ഇന്ന് നിനക്ക് ഞാനത് പുറത്തു തരുന്നു. എന്നിട്ട് അയാളുടെ നന്മയുടെ റിക്കാർഡ് അയാൾക്ക് അന്ന് കൈമാറുന്നു. സന്തോഷമായി. അതേ അവസരത്തിൽ فأما الكفار والمنافقون فينادي بهم على رؤوس الخلائق هؤلاء الذين كذبوا على الله. എന്നാൽ കാഫിറുകളും മുനാഫിക്കുകളുമായ ധിക്കാരികളും തെമ്മാടികളുമായ അവിശ്വാസികളും കപടന്മാരുമായ കക്ഷികളില്ലേ, അവരെ പടച്ച തമ്പുരാൻ എന്താ ചെയ്യുന്നതെന്നോ, അവര് ദുനിയാവിൽ റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നവരാണ്, ശിർക്ക് ചെയ്തവരാണ്, കുഫറിനെ പ്രോത്സാഹിപ്പിച്ചവരാണ്, തോന്നിയാസം പ്രചരിപ്പിച്ചവരാണ്, തോന്നിയാസത്തിന്റെ പ്രചാരകരായി ജീവിച്ചവരാണ്, അശ്ലീലം പരത്തിയവരാണ്, അതിനുവേണ്ട സാമ്പത്തിക സഹായം നൽകിയവരാണ്. എല്ലാ രൂപത്തിലും ആ നിലക്കുള്ള തെമ്മാടിത്തം പ്രവർത്തിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ഫസാദിലേക്ക് കൊണ്ടുവന്ന കാഫറുകളും ഈമാനുറക്കാത്ത മുനാഫിക്കീങ്ങളുമില്ലേ, അവരെ പറ്റി അതാ സർവ സൃഷ്ടികളുടെയും മുമ്പിലേക്ക് അങ്ങ് കൊണ്ടുവന്നിട്ട് റബ്ബങ്ങ് വിളിച്ചു പറയുകയാണ്, ഹൗലാ അല്ലദീന കദബൂ അലല്ലാഹ്, ഇതാ കണ്ടില്ലേ ഈ കൂട്ടർ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ്, അവരെ വഷളാക്കുകയാണ്. അപ്പൊ പടച്ചതമ്പുരാൻ ചെയ്യുന്ന വലിയ അനുഗ്രഹമാണത്. അത് മറച്ചു വെക്കുന്നു. നാളെ പരലോകത്ത് അള്ളാഹു നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ടെന്ന്, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, സഹജീവികളിൽ നിന്ന് വല്ല തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ പാപങ്ങളെയോ അയാളുടെ വീഴ്ചകളെയോ പോരായ്മകളെയോ പരസ്യപ്പെടുത്താതെ മൂടിവെക്കുന്നുവെങ്കിൽ, ഒരാളിൽ നിന്ന് സംഭവിച്ചൊരു പോരായ്മ മാലോകരുടെ മുമ്പിൽ വിളിച്ചു പറയാതെ അത് മൂടിവെക്കുന്നുവെങ്കിൽ, സതറഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു ഇദ്ദേഹത്തിന്റെ പാപത്തെയും മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വഷളാക്കാതെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതാകുന്നു. അപ്പൊ പടച്ചോനിൽ നിന്ന് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു റഹ്മത്താണ്, സിത്തീറാണ് അവൻ. അവൻ നമ്മുടെ പോരായ്മകളെയും നമ്മുടെ അയ്ബുകളെയെങ്ങാനും ലോകമറിഞ്ഞാൽ, ജനങ്ങൾക്കിടയിൽ വഷളായാൽ, ഒരു ചെറിയ മജ്‌ലിസിൽ വഷളാവുന്നത് ഞാനോ നിങ്ങളോ ഇഷ്ടപ്പെടുന്നുണ്ടോ
എങ്കിൽ സർവലോക രക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ കോടാനുകോടി മനുഷ്യന്മാർ ആദം അലൈഹിസ്സലാം മുതൽ ഈ ലോകം അവസാനിക്കുന്ന അന്നത്തെ ദിവസത്തിൽ ജനിച്ചു വീണ് മരിക്കുന്ന കുഞ്ഞടക്കം സർവ മഖ്ലൂഖുകളുടെയും മുമ്പിൽ വെച്ച് വഷളാക്കപ്പെടുന്ന രംഗം ആലോചിച്ചു നോക്കൂ. അത് സഹിക്കാനാകുമോ? അത് നമുക്ക് സങ്കല്പിക്കാനാകുമോ? അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, എന്ത്? എപ്പോഴും ദുആ ചെയ്യണം അല്ലാഹുവിനോട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലം യകുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹൗലായി ദഅവാതി ഹീന യുംസി വഹീന യുസ്ബിഹു. പ്രഭാതത്തിലും പ്രദോഷത്തിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ പറയുന്ന ദുആകൾ ഉപേക്ഷ വരുത്തുന്നതായി ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. താഴെ പറയാൻ പോകുന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉപേക്ഷ വരുത്താതെ പറയാറുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? اللهم إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. സഹീഹായ ഹദീസിൽ വന്നതാണ്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്? നമ്മൾ പഠിച്ച വിഷയമാണ്. ഞാൻ ഈ മദ്രസയിൽ വെച്ച് തന്നെ ഇതേപോലെയുള്ള വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്. പല സ്ഥലങ്ങളിലും വെച്ച് ഈ ഹദീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന വിഷയം പറഞ്ഞപ്പോൾ നിങ്ങളിൽ ഒരുപക്ഷെ കുറെ സുഹൃത്തുക്കളും സഹോദരന്മാരൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കണം. അല്ലാഹുവേ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. ഇഹത്തിലും പരത്തിലും നിന്നോട് ഞാൻ ആഫിയത്തിനെ ചോദിക്കുന്നു. ആരോഗ്യം തരണം തമ്പുരാനെ, നല്ല രൂപത്തിലുള്ള സുഖം നൽകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ. വിട്ടുവീഴ്ചയെ നിന്നോട് ഞാൻ ചോദിക്കുന്നു, മാപ്പാക്കണേ റബ്ബേ. വൽ ആഫിയ, സൗഖ്യവും ചോദിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങളിൽ? ഫീ ദീനി, എന്റെ ദീനിന്റെ കാര്യത്തിലും, വദുന്യായ, എന്റെ ദുന്യാവിന്റെ കാര്യത്തിലും, വാഹിലി, അതിൽ തന്നെ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിലും, വമാലി, എന്റെ സമ്പത്തിന്റെ കാര്യത്തിലുമൊക്കെ നീ എന്റെ മനസ്സിന് സമാധാനം തരണം, സൗഖ്യം തരണം, ആഫിയത്ത് തരണം. ഇനി പറയുന്ന വാചകം നോക്കൂ, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. അല്ലാഹുമ്മ സ്തുർ ഔറാത്തി. അല്ലാഹുവേ ഉസ്തുർ ഔറാത്തി, എന്റെ നഗ്നതകൾ നീ മറച്ചു വെക്കണേ, എന്റെ പോരായ്മകളെ നീ മൂടി വെക്കണേ, എന്റെ ന്യൂനതകളും എന്റെ കോട്ടങ്ങളും മാലോകരുടെ മുമ്പിൽ അറിയാതെ എനിക്കുള്ള പോരായ്മകളെ, എനിക്കുള്ള മോശത്തരങ്ങളെ, എനിക്കുള്ള നഗ്നതകളെ അഥവാ കാണരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഔറത്തുകളില്ലേ, ആ ഔറാത്തുകളെ നീ മറച്ചു വെക്കണേ. അല്ലാഹുമ്മ സ്തുർ ഔറാത്തി വആമിൻ റൗആത്തി. ഇവിടെ ഔറത്ത് എന്ന് പറയുന്നത് ഒന്ന് മറ്റൊരാൾ കാണരുത് എന്ന് പുരുഷനും ഔറത്തുണ്ട്, സ്ത്രീക്കും ഔറത്തുണ്ട്. അത് മറച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണാകണം, മറച്ചുകൊണ്ട് നടക്കുന്ന ആണാവണം. അതോടൊപ്പം തന്നെ മലോകരിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നിലക്കുള്ള ദുസ്വഭാവങ്ങളും ന്യൂനതകളും കോട്ടങ്ങളും പോരായ്മകളും എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും, പോരായ്മകളും കോട്ടങ്ങളുമായിട്ട് എന്തുണ്ടെങ്കിലും നീ അത് ആളുകളുടെ മുമ്പിൽ രണ്ട് ലോകത്തും പരസ്യമാക്കാതെ നീ മറച്ചു വെച്ച് അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുമ്മ സ്തുർ ഔറാത്തി, അതാണ് അതിന്റെ ആശയം. വആമിൻ റൗആത്തി, എന്റെ പേടികളിൽ നിന്ന് എനിക്ക് നിർഭയത്വം തരണം. ഞാൻ എന്തൊക്കെ ഭയപ്പെടുന്നുണ്ടോ, എന്തിൽ നിന്നെല്ലാം എനിക്ക് സംഘർഷമുണ്ടോ, നീ അതിൽ നിന്ന് നിർഭയനാക്കി തരണം. അല്ലാഹുമ്മ ഹ്ഫദ്നി, നീ എന്നെ കാത്തുകൊള്ളണം, നീ എന്നെ സംരക്ഷിച്ചു കൊള്ളണം, നീ എനിക്ക് അഭയം തരണം. മിൻ ബൈനി യദയ്യ, എന്റെ മുന്നിലൂടെ, മിൻ ഖൽഫി, എന്റെ മുന്നിൽ നിന്ന് വല്ല ഉപദ്രവവും എനിക്ക് വരുന്നത്, എന്റെ പിന്നിൽ നിന്ന് വല്ല ഉപദ്രവവും വരുന്നതും, വഅൻ യമീനി, എന്റെ വലതുവശത്തു കൂടി എനിക്ക് വല്ല ഉപദ്രവവും വരുന്നതും, വശിമാലി, എന്റെ ഇടതുവശത്തിലൂടെ എനിക്ക് വല്ല ഉപദ്രവവും വരുന്നതും, വമിൻ ഫൗഖി, എന്റെ മുകളിൽ നിന്ന് എനിക്ക് വല്ല ഉപദ്രവവും വരുന്നതും, വഅഊദു ബിഅളമതിക, നിന്റെ അളമത്ത്, നിന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. അന്നുഗ്താല മിൻ തഹ്തി,
എന്റെ അടിഭാഗത്തുകൂടെ ഞാൻ ദ്രോഹിക്കപ്പെടുന്നതില്ലെന്ന്, വഞ്ചിക്കപ്പെടുന്നതില്ലെന്ന്, ആക്രമിക്കപ്പെടുന്നതില്ലെന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണ്! എന്തെല്ലാം കാര്യങ്ങളാ ചോദിച്ചത്! മുന്നിലൂടെ, പിന്നിലൂടെ, വലതുവശത്തുകൂടെ, ഇടതുവശത്തുകൂടെ, മുകളിലൂടെ, താഴെ കൂടെ, ആറാലൊരു മാർഗത്തിലൂടെയല്ലേ മനുഷ്യന് അപകടം വരാറുള്ളത്. ഒരു നിലക്കും അപകടം പറ്റാതിരിക്കാൻ റബ്ബിനോട് ചോദിക്കുന്നു, നിന്റെ കാവല് വേണം റബ്ബേ, നീ എന്നെ കാത്തുകൊള്ളണം. ഇത് പറയാതെ ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹൗലാഇ ദഅവാത്, ഈ ദുആകളെ ഹീന യുംസി വഹീന യുസ്ബിഹു, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇത് ഉപേക്ഷ വരുത്തുന്നതായി ഉണ്ടായിട്ടേ ഇല്ല. ആര്? അള്ളാഹുവിന്റെ റസൂൽ ഇത് ഉപേക്ഷ വരുത്തിയിട്ടേ ഇല്ല. നമ്മളാണെങ്കിലോ ചൊല്ലാറേ ഇല്ല. എന്നിടത്തല്ലേ നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് ചിന്തിക്കണം സുഹൃത്തുക്കളെ, നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ കേട്ടങ്ങ് പോകാനല്ല, കേട്ടത് പ്രവർത്തിക്കണം, കേട്ടതനുസരിച്ച് ജീവിക്കണം. അള്ളാഹു നമുക്ക് കാത് തന്നിട്ടുള്ളത്, അള്ളാഹു നമുക്ക് കണ്ണ് തന്നിട്ടുള്ളത്, കണ്ണിലൂടെ കാണുകയും കാതുകളിലൂടെ കേൾക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് അവൻ അഫ്ഇദത്ത് നൽകിയിട്ടുണ്ട്, ചിന്താശക്തി നൽകിയിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അതിലൂടെ മനുഷ്യൻ പ്രവർത്തിച്ചാലേ അള്ളാഹുവിനോട് ശുക്ർ ചെയ്തവനാവുകയുള്ളൂ. അതുകൊണ്ട് പടച്ചവനിൽ നിന്ന് നമുക്ക് സിത്ർ കിട്ടണം. പടച്ചവൻ നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളോടും ഇസ്ലാം പറയുന്നുവെന്ന്, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു ലാ തഗ്താബുൽ മുസ്ലിമീൻ വലാ തത്തബിഉ ഔറാതിഹിം ഫഇന്നഹു മൻ യത്തബിഉ ഔറാതിഹിം യത്തബിഉ അല്ലാഹു ഔറതഹു വമൻ യത്തബിഉ ഔറതഹു യഫ്ളഹു ഫീ ബൈതിഹി. ചിന്തിക്കേണ്ടുന്ന ഒരു വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്ത്? ഓ നാവ് കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന ആളുകളെ, നാവ് കൊണ്ട് ഞാൻ മുസ്ലിമാണ് മോമിനാണെന്ന് പറയുന്ന കക്ഷികളെ, അതേ അവസരത്തിൽ വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു, അവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. അവരോട് പറയട്ടെ, ലാ തഗ്താബുൽ മുസ്ലിമീന, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ഗീബത്ത് പറയരുത് കേട്ടോ. വലാ തത്തബിഉ ഔറാതിഹിം, അവരിൽ വല്ല ന്യൂനതകളും ഉണ്ടോ നോക്കി നടക്കരുത് കേട്ടോ. കാരണം ആരെങ്കിലും അവരുടെ ന്യൂനതകളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് പറയാൻ വേണ്ടി അതിന്റെ പിന്നാലെ കൂടിയാൽ തന്റെ ന്യൂനതകൾ വെളിവാക്കാൻ അള്ളയും അവനെ പിന്തുടരുന്നു. വമൻ യത്തബിഉ ഔറതഹു യഫ്ളഹു ഫീ ബൈതിഹി, നീ നിന്റെ വീട്ടിൽ വാതിലടച്ചിരുന്നാൽ പോലും നീ വഷളാകും സമുദായത്തിന്റെ ഇടയിൽ കേട്ടോ. നീ പുറത്തേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ പോലും ആളുകളിൽ നീ വഷളനാകും കേട്ടോ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ ഒരു മുസ്ലിമായ സഹോദരനിൽ കാണുന്ന പോരായ്മയെ നീ വെളിച്ചത്ത് കൊണ്ടുവരരുത്. ഒരു തെറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ വിളിച്ചു പറയരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. എന്തിനു വേണ്ടി? നാളെ റബ്ബ് ജനങ്ങളുടെ മുമ്പിൽ നിന്നെ വഷളാക്കാതെ നിന്നിൽ നിന്ന് വന്ന അപാകതകൾ മൂടി വെക്കണ്ടേ? അതല്ല രഹസ്യമാക്കി വെക്കണ്ടേ? അതല്ല മറച്ചു വെക്കണ്ടേ? അല്ലാഹു സിത്തീറാൻ, അവനങ്ങനെ മറച്ചു വെക്കുന്നവനാണ്. അത് പടച്ചതമ്പുരാന്റെ ഒരു നാമമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പലതവണ. അല്ലാഹുവിന്റെ ഓരോ നാമങ്ങളും പടച്ചതമ്പുരാനിൽ നമുക്ക് ഉള്ള വിശ്വാസത്തെ ദൃഢീകരിക്കും. റബ്ബ് അങ്ങനെയാണ്, അത്ര മഹാനാണ്. ആ നിലക്ക് നമ്മൾ വിശ്വസിക്കണം. അതനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. എങ്കിൽ പടച്ചവനിൽ നിന്ന് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ രണ്ട് ലോകത്തും ഉണ്ടാകും. അങ്ങനെ പടച്ചവന് ശരിയായ നിലക്ക്, അള്ളാഹുവിനെ യഥാർത്ഥമായ നിലക്ക് അറിഞ്ഞ് വിശ്വസിച്ച് അവന്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് അവന്റെ നിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അവനെ ഭയപ്പെടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു മറച്ചുവെച്ച് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.